ഹലോ സ്റ്റുഡൻസ്, നമുക്ക് മെട്രിക്സിൽ S2 എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ പറയുന്ന മെട്രിക്സ് എന്താണ് എന്നുള്ളതാണ്. സോ മെട്രിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെൻസിനെ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മെട്രിക്സ് എന്ന് പറയുക. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെട്രിക്സ് ആണെങ്കിൽ എപ്പോഴും ബ്രാക്കറ്റ് ആയിരിക്കും, റെക്റ്റാങ്കുലർ ബ്രാക്കറ്റ് ആയിരിക്കും. രണ്ട് വര മാത്രം നിങ്ങൾ വരച്ചാൽ അതിൻ്റെ മീനിങ് ഡിറ്റർമിനൻ്റ് ആണ്. സോ അത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇത് ഡിറ്റർമിനൻ്റ് ആൻഡ് ഇതെന്താണ്, മെട്രിക്സ് ആണ്. ഓക്കെ, അത് രണ്ടും മാറിപ്പോവരുത്. സോ ദിസ് ഈസ് ഡിറ്റർമിനൻ്റ് ആൻഡ് ഇതെന്താണ്, മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ മെട്രിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് A, B and C that satisfy the matrix relationship matrix A plus 3, 3A minus 2B, 3A minus 3, A plus B plus C equal to matrix 2 minus 7 plus 2B, B plus 4, 8A എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 റിവിഷൻ, അതായത് നിങ്ങളുടെ റിവിഷൻ വന്ന ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ 3 വർഷവും 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പ് 2015 റിവിഷനിലും സെയിം സിലബസ് ആയിരുന്നു. മെട്രിക്സ് ഒക്കെ പറയുന്നത് സെയിം ടോപ്പിക്സ് തന്നെയായിരുന്നു. അന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കഴിഞ്ഞ 2 വർഷവും ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു വർഷം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഒന്ന് പഠിച്ചു വയ്ക്കാം. കാരണം നമ്മളെപ്പോഴും എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തന്നെയായിരിക്കും എക്സാമിന് പോവുക. സോ അതുകൊണ്ട് തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ മാറ്റി ചോദിക്കാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മേ ബി വരാതിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങൾ ഇതും കൂടി ഒന്ന് പഠിച്ചിട്ട് പോകുക. അതുകൊണ്ടാണ് ഞാനിത് PDF-ലും വീഡിയോയിലും ഇൻക്ലൂഡഡ് ആക്കുന്നത്. സോ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താ പറഞ്ഞത്? സോ നമുക്കൊരു മെട്രിക്സ് റിലേഷൻഷിപ്പ് തന്നതാണ്. എന്താ റിലേഷൻഷിപ്പ്? സോ ഈ ഒരു മെട്രിക്സ് ഈക്വൽ ടു ഈ മെട്രിക്സ് ആണ്. 2 മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സെയിം പൊസിഷനിലുള്ള എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആരൊക്കെ ഈക്വൽ ആയിരിക്കും? ഇവിടെ A plus 3 ഈക്വൽ ടു 2 ആയിരിക്കും. സോ A plus 3 ഈക്വൽ ടു 2. പിന്നെ 3A minus 2B ഈക്വൽ ടു -7 plus 2B. 3A minus 3 ഈക്വൽ ടു B plus 4 ആൻഡ് A plus B plus C ഈക്വൽ ടു 8. സോ ഇങ്ങനെ നമുക്ക് 4 ഇക്വേഷൻസ് എഴുതിയെടുക്കാൻ പറ്റും. ഇനി വേറെ 2 മെട്രിക്സ് ആണ് തന്നതെങ്കിലും അതിലെയും സെയിം പൊസിഷനിലുള്ള എലമെൻറ്റ്സ് നമുക്ക് ഈക്വലായിട്ട് എഴുതാം. അങ്ങനെ നമുക്ക് എത്ര എലമെൻറ്റ്സ് ആണോ മെട്രിക്സിലുള്ളത് അത്രയും ഇക്വേഷൻസ് കിട്ടും. ഇനി ഈ 4 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെ വാല്യൂ, ബീൻ്റെ വാല്യൂ, സീൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം സോൾവ് ചെയ്യുക ഫസ്റ്റ് ഇക്വേഷനാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? A plus 3 ഈക്വൽ ടു 2. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ +3നെ ഇങ്ങോട്ട് കൊണ്ടുപോയി +3 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? -3. ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? A ഈക്വൽ ടു 2 ഇപ്പുറത്തെ സൈഡിലുണ്ട്, +3 അങ്ങോട്ട് പോകുമ്പോൾ -3. 2 - 3 ഈസ് -1. സോ എൻ്റെ വാല്യൂ -1 കിട്ടും. ഇനി ബീനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. 3A minus 2B is equal to -7 plus 2B. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് A plus 3ന്ന് എൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 3A minus 2B equal to -7 plus 2B. സോ 3A എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. എന്താ കിട്ടിയത്? -1. അപ്പോൾ 3A എന്ന് പറയുമ്പോൾ 3 × -1 -2B is equal to -7 plus 2B. സോ എങ്ങനെ കിട്ടും ആൻസർ? 3 × -1 ഈസ് -3 -2B is equal to -7 plus 2B. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ബീൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ബി ഉള്ള ടേംസിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുക ആൻഡ് ബാക്കി നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള ഈ -7 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. -7 ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? +7. അതുപോലെ ഇവിടെയുള്ള -2Bനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. -2B ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +2B ആയിട്ട് മാറും. സോ എങ്ങനെ കിട്ടും? നമുക്ക് ഇവിടെ ഓൾറെഡി ഉള്ള -3 -7 ഇങ്ങോട്ട് വരുമ്പോൾ +7 ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഒരു 2B ഉണ്ട്. സോ 2B, പിന്നെ -2B ഇങ്ങോട്ട് വരുമ്പോൾ +2B. സോ -3 + 7 ഈസ് 2B plus 2B.
ഇനി എന്താണ് -3 + 7? -3ഉം 7ഉം കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 4 ആണ്. നിങ്ങൾ എക്സാമിന് നിർബന്ധമായിട്ടും കാൽക്കുലേറ്റർ കൊണ്ടുപോവുക, കമ്പൾസറി ആണ്. സോ -3 + 7 ഈസ് 4 ആൻഡ് 2b + 2b എത്ര b ആയിട്ട് മാറും? 4b. സോ 4 = 4b. സോ b എന്ത് വരും? ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4. സോ 4 ഡിവൈഡഡ് ബൈ 4 = 1. സോ ബീൻ്റെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് 2 ഇക്വേഷൻസ് റിമൈൻ ചെയ്യുന്നുണ്ട്. സോ ആ 2 ഇക്വേഷനിൽ ഇതവിടെ ഈ 2 ഇക്വേഷൻസ് നമുക്കുണ്ടാവും ബാക്കിയായിട്ട്. സോ ഈ 2 എണ്ണത്തിൽ ഏത് ഇക്വേഷൻ സോൾവ് ചെയ്താലും നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? സീൻ്റെ വാല്യൂ കിട്ടും. സോ എപ്പോഴും ഈസി ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഈസി ആയിട്ടുള്ളത് ഇത് സോൾവ് ചെയ്യാനാണ്. സോ a + b + c = 8a. നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? a = -1 ആണ്, b = 1 ആണ്. അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? a + b + c = 8a ആണ്. a ഈസ് -1 + b ഈസ് 1. സോ -1 + 1 + c = 8. 8 × -1. സോ -1 + 1 ഈസ് 0. ബാക്കി അവിടെ c മാത്രമേ ഉണ്ടാവുള്ളൂ. c = 8 × -1 ഈസ് -8. ഓക്കെ, സോ സീൻ്റെ വാല്യൂ -8 ആണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ ക്വസ്റ്റ്യൻ, എന്നാൽ പോലും നിങ്ങൾ നോക്കി വെച്ചിട്ട് മാത്രം എക്സാമിന് പോവുക, കാരണം ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് മെട്രിക്സ് അഡിഷൻ ആണ്. മെട്രിക്സ് അഡിഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്തോർത്ത് വെച്ചാൽ മതി? ഒരേ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. ഓക്കെ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. a - j, d - m, g - p, ആ രീതിയിലായിരിക്കും സബ്ട്രാക്ഷൻ വരിക. അഡിഷനും സബ്ട്രാക്ഷനും ഈസിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഇതിനെ 2 കൊണ്ട്, ഇപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അഡിഷൻ, സബ്ട്രാക്ഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഇത് മൂന്നും സിമ്പിളാണ്. അത് വെച്ച് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്ന് ചോദിക്കാം, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും ബി പറഞ്ഞ മെട്രിക്സും തന്നിട്ട് a + b കണ്ടുപിടിക്കാൻ ചോദിക്കാം, a - b കണ്ടുപിടിക്കാൻ ചോദിക്കാം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ 3a കാണാനുള്ളത് സ്ഥിരമായിട്ട് 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ a + b എങ്ങനെ കാണാം? a + b പറയുമ്പോൾ എന്ത് ചെയ്യുക? എൻ്റെയും ബീൻ്റെയും ഒരേ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് കൂട്ടി എഴുതുക. അപ്പോൾ ഇവിടെ 2 + 5, ഇതാണ് a, ഇതാണ് b. സോ a എഴുതി പ്ലസ് b, ഒരേ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് കൂട്ടുക. 2 + 5 7, 5 + 1 6, -1 + 0 ഈസ് -1, 2 + 1 3. അങ്ങനെ ഒരേ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടി എഴുതുന്നതാണ് a + b. ഇനി അതേ എലമെൻറ്റ്സ് തമ്മിൽ കുറച്ച് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? a - bയും കിട്ടും. ഓക്കെ, സോ അതൊന്ന് നോക്കി വയ്ക്കാം. ഇനി 3a കാണാൻ പറഞ്ഞാൽ എന്താണ്? മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എയിലുള്ള ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതുന്നതാണ് 3a. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 3 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 3a കാണാനുള്ളത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ 3aക്ക് പകരം 5aയോ 4a ഒക്കെ ചോദിക്കാം. ഈ a + b, a - b കാണാനുള്ളതൊക്കെ 1 മാർക്കിനും ചോദിക്കാറുണ്ട്. a + b കാണാനും a - b കാണാനും. അതുപോലെ എവിടെ ഉണ്ടാവാറുണ്ട്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലും ഉണ്ടാവാറുണ്ട്. സോ നോക്കി വയ്ക്കാം. ഇനി 3 മാർക്കിന് ഈ സെക്ഷനിൽ ചോദിക്കാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. a എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരും, b എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരും. ഫൈൻഡ് 2a - 3b. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് a = മെട്രിക്സ് 2 3 1 0 - 1 5 ആൻഡ് b = മെട്രിക്സ് 1 2 - 1 0 - 1 3, ഫൈൻഡ് 2a - 3b. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ 2a - 3bക്ക് പകരം ഇനി ചോദിക്കാം 5a - 4bയോ അല്ലെങ്കിൽ a + 3b എന്നോ, അങ്ങനെ എന്ത് വേണേലും ചോദിക്കാം. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2a നിന്ന് 3b കുറയ്ക്കാനാണ്. അപ്പോൾ 2a കണ്ടുപിടിക്കുക ആദ്യം. 2a എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് എഴുതുക. 2 × ആ മെട്രിക്സ്, ആ മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3b എന്ന് പറയുമ്പോൾ 3 × മെട്രിക്സ്, ആ മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞത്? 2a - 3b. അപ്പോൾ 2a നിന്ന് 3b, അതായത് 2a കിട്ടിയത് ഇതാണ്, 3b കിട്ടിയത് ഇതാണ്. 2a നിന്ന് 3b, അത് രണ്ടും തമ്മിൽ കുറയ്ക്കും. 2a - 3b രണ്ടും കുറച്ച് എഴുതുമ്പോൾ 4 - 3 1, 6 - 6 0, 2 - 3 ആണ്. 2 - 3 പറയുമ്പോൾ 5 ആയിട്ട് മാറും. ഇനി 0 - 0 ഈസ് 0, -2 - -3. ഇങ്ങനെ നോക്കണം കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ തന്നെ അടിക്കാം. -2 - -3 പറയുമ്പോൾ -2 + 3 വരും, ദാറ്റ് ഈസ് 1. അടുത്ത് 10 - 9 1. ഓക്കെ, സോ മാക്സിമം മെട്രിക്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നമ്മുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് എപ്പോഴും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം.
ഇനി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ, റോയും കോളും തിരിച്ചെഴുതാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയുണ്ടാവും. സോ ഇവിടെ ABC ഫസ്റ്റ് റോ ആണെങ്കിൽ ഇവിടെ ABC കോളമായിട്ട് മാറും. DF GH. ട്രാൻസ്പോസ് എന്താണെന്നുള്ളത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ 3 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 ക്വസ്റ്റ്യനും ഇപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസാണ് ഞാൻ കാണിച്ചത്. 2 ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. 3 മാർക്കിനാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈ A = 1 2 3 4, B = 0 -2 -3 3 ഫൈൻഡ് A + B ഹോൾ ട്രാൻസ്പോസ് ആൻഡ് A - B ഹോൾ ട്രാൻസ്പോസ്. ഇവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, A + Bൻ്റെ ട്രാൻസ്പോസും കാണാൻ പറഞ്ഞിട്ടുണ്ട്, A - Bൻ്റെ ട്രാൻസ്പോസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അപ്പോൾ ഈ 2 സാധനമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണേ. സോ ഇത് രണ്ടുമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് A + B കണ്ടുപിടിക്കാം. A + B പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ 2 മെട്രിക്സുകൾ തമ്മിൽ കൂട്ടി എഴുതുക. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 1 + 0 1, അടുത്ത എന്ത് കിട്ടും, 2 + -2 0, 3 + -3 0, 4 + -3 1. സോ ദിസ് ഈസ് A + B. A + B കിട്ടിയാൽ ഇനി ഇതേപോലെ നമ്മൾ ആരുടെ വാല്യൂ കൂടി കാണണം. ഇത് A + B കിട്ടി. ഇനി എന്താ വേണ്ടത്, A + Bൻ്റെ ട്രാൻസ്പോസ്. ഈ കിട്ടിയ മെട്രിക്സിൻ്റെ റോയും കോളും മാറ്റി എഴുതുക. സോ ഫസ്റ്റ് റോ ഈസ് 1 0, അതായിരിക്കും ഇവിടെ എഴുതിയത്. അടുത്ത 0 1, അത് ഇവിടെ എഴുതി. സോ ദാറ്റ് ഈസ് A + B ഹോൾ ട്രാൻസ്പോസ്. ഇനി A - B ഹോൾ ട്രാൻസ്പോസ് കാണാൻ പറഞ്ഞാൽ A - B കണ്ടുപിടിക്കുക. ഇതൊന്ന് Aയിൽ നിന്ന് B കുറയ്ക്കുക. അപ്പോൾ 1 0 പോയ 1, 2 - -2, 2 + 2 വരും 4, 3 - -3 is 6, 4 - -3 is 7. ഇതൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. സോ A - B കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് ക്വസ്റ്റ്യൻ. A - B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, റോയും കോളും മാറ്റി എഴുതി. A - B ഫസ്റ്റ് റോ ഈസ് 1 4, അത് ഫസ്റ്റ് കോളാവും. സെക്കൻഡ് റോള് 6 7, അത് സെക്കൻഡ് കോളായിരിക്കും. സോ അങ്ങനെ നമുക്ക് A - B ട്രാൻസ്പോസും കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. If A = 1 2 9 4 and B = 0 -2 1 4, show that A + B whole transpose = A transpose plus B transpose. സോ എങ്ങനെ ചെയ്യാം, നമ്മൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, എന്താ ഷോ ചെയ്യാൻ പറഞ്ഞാൽ, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ആവും തരാം. ഇവിടെ ഇടത്ത് ഭാഗത്ത് എഴുതുന്നതിന് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നതിന് നമ്മൾ LHS എന്ന് പറയും. ആൻഡ് റൈറ്റ് സൈഡിൽ എഴുതുന്നതിന് നമ്മൾ RHS എന്ന് പറയും. ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ LHS കണ്ടുപിടിക്കുക, അതായത് ഈ LHS കണ്ടുപിടിക്കുക, അതുപോലെ RHS കണ്ടുപിടിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പിലായിട്ട് എഴുതുക LHS = RHS. ഇതാണ് ഷോ ദാറ്റിൻ്റെ മീനിങ്. ഓക്കെ, LHSും കാണാം RHSും കാണാം. ലാസ്റ്റ് LHS = RHS എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ LHS എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. LHS എന്താണ്, A + B ഹോൾ ട്രാൻസ്പോസ് ആണ്. അതാണെങ്കിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ തന്നെ A + B കാണാം. Aയും Bയും കൂട്ടി A + B കിട്ടി. A + Bൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, അതാണ് A + B ഹോൾ ട്രാൻസ്പോസ്. സോ ഇത് നമ്മുടെ എന്താണ്, ദിസ് ഈസ് നമ്മുടെ LHS. ഓക്കെ, LHS കിട്ടി. ഇനി നമുക്ക് RHS വേണം. RHS എന്താ, A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. സോ എന്തൊക്കെ വേണം, A ട്രാൻസ്പോസ് കാണാം, B ട്രാൻസ്പോസ് കാണാം. A ട്രാൻസ്പോസ് പറഞ്ഞാൽ Aനെ തിരിച്ചിടുക. 1 2 9 4 തിരിച്ചെഴുതുമ്പോൾ നമ്മൾ എങ്ങനെ കിട്ടും, 1 9 2 4. B ട്രാൻസ്പോസ് ഈസ് 0 1 -2 4, ദാറ്റ് ഈസ് B ട്രാൻസ്പോസ്. B ട്രാൻസ്പോസും ആയി. ഇനി A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്, ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ ഇതവിടെ കിട്ടി. ദാറ്റ് ഈസ് A + B ഹോൾ ട്രാൻസ്പോസ്. ദിസ് ഈസ് A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. ഇതാണ് നമ്മുടെ RHS. ഇപ്പോൾ നോക്കുക, നിങ്ങൾക്ക് കിട്ടിയ LHS കിട്ടിയതാണ്. ഇതും RHSും ഈക്വൽ ആയിരിക്കും. സോ താഴെയായിട്ട് നമുക്ക് എന്ത് എഴുതാം, LHS = RHS, ഹെൻസ് ഷോഡ് എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. 2 മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളത്. അഡിഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യുക, ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതായിരുന്നു. പക്ഷേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഒരു റൂളുണ്ട്, അത് നിങ്ങൾ ബൈ ഹാർട്ട് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായിരുന്നു റൂള്, റോ ഇൻറ്റു കോളം. 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 2 മെട്രിക്സ് തന്നിട്ട്
AB കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സ്കോപ്പുള്ളൊരു ഏരിയ ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ നോട്ടിൽ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി നോട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ ഈ PDF തന്നെ പ്രീവിയസ് ഇയറിൽ വരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കാരണം ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നമുക്ക് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ചോദിക്കുക, A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തരും, B എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തരും. ക്വസ്റ്റ്യൻ വരിക ഫൈൻഡ് AB എന്നായിരിക്കും. A ഇൻറ്റു B കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ എന്താ റൂള് പറഞ്ഞത്? റോ ഇൻറ്റു കോളം. റോ ഇൻറ്റു കോളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഇത് മറക്കരുത്, നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതരുത്. മിക്കവാറും പേർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് അതാണ്. ഇവിടെ 1 × 2 2 എന്നൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെയല്ല റോ ചെയ്യേണ്ടത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ ഈസ് റോ ഇൻറ്റു കോളം. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. എന്തായിരിക്കും ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഇവിടെ ഫസ്റ്റ് റോ ഈസ് 1 2 3, ഫസ്റ്റ് കോളം ഈസ് 2 4 1. ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1 × 2 പ്ലസ് അടുത്ത എന്ത് വരും? 2 × 4 പ്ലസ് 3 × 1. അതാണ് ഇവിടെ എഴുതി വെച്ചത്. ഓക്കെ, സോ ഇവിടെ സ്റ്റെപ്സ് കുറവാണ്. സോ നോക്കുക, ഇത് ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുക? അടുത്ത സ്റ്റെപ്പിലായിട്ടാണ് എഴുതുന്നത്. നമ്മൾ മാക്സിമം സ്റ്റെപ്പൊക്കെ കൂട്ടി എഴുതുക കേട്ടോ. സോ എഴുതുമ്പോൾ 1 × 2 ഈസ് 2 പ്ലസ് 2 × 4 ഈസ് 8 പ്ലസ് 3 × 1 ഈസ് 3. അതാണ് ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1 × 3 3 പ്ലസ് 2 × 5 10 പ്ലസ് 3 × 6 18. അതാണ് നമ്മുടെ സെക്കൻഡ് എലമെൻറ്റ് വരിക. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏത് റോയിലോട്ട് പോകും? സെക്കൻഡ് റോ. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇതേപോലെ ചെയ്യാം. അപ്പോൾ 4 × 2 8, 5 × 4 20, 6 × 1 6. ഇനി അടുത്ത എന്താണ്? സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ 4 × 3 12, 5 × 5 25, 6 × 6 36. സോ ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ് വരിക. ഇനി എന്ത് ചെയ്യുക? ഈ പറഞ്ഞ എലമെൻറ്റ്സ് ഒക്കെ ഒന്ന് കൂട്ടി എഴുതുക. ഇത് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 31 34 73. സോ ഇതെല്ലാം മാക്സിമം കാൽക്കുലേറ്ററിൽ ചെയ്യാം. മറക്കരുത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ ഈസ് റോ ഇൻറ്റു കോളം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതേപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് A is equal to ഒരു മെട്രിക്സ് വരും, B is equal to ഒരു മെട്രിക്സ് വരും, ഫൈൻഡ് AB ആൻഡ് BA. അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിൽ അവർ ചോദിക്കും. ഷോ ദാറ്റ് AB നോട്ട് ഈക്വൽ ടു AB നോട്ട് ഈക്വൽ ടു BA. AB നോട്ട് ഈക്വൽ ടു BA എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നമ്മുടെ AB എന്ന് പറയുന്നത് LHS ആണ്, BA RHS ആണ്. അപ്പോൾ നമ്മൾ AB കണ്ടുപിടിക്കുക, BA കണ്ടുപിടിക്കുക, എന്നിട്ട് AB നോട്ട് ഈക്വൽ ടു BA അല്ലെങ്കിൽ LHS നോട്ട് ഈക്വൽ ടു RHS എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യേണ്ടത്. റോ ഇൻറ്റു കോളം. ഓക്കെ, ഇവിടെ 3 റോ ഉണ്ട്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, ദെൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം, പിന്നെ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അങ്ങനെ ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ കിട്ടിയത്. സോ AB കിട്ടി. AB എഴുതുമ്പോൾ ഓർത്ത് വയ്ക്കുക, AB എന്ന് പറയുമ്പോൾ ആദ്യം A എഴുതുക, പിന്നെ B എഴുതുക. അങ്ങനെയാണ് നമ്മൾ AB കണ്ടുപിടിക്കുക. അത് ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. BA പറയുമ്പോൾ ആദ്യം B എഴുതുക, പിന്നെ A എഴുതുക, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റോ ഇൻറ്റു കോളം ചെയ്യുക. ഇപ്പം നോക്കുക, AB ചെയ്തപ്പോൾ കിട്ടിയ മെട്രിക്സ് അല്ല BA ചെയ്യുമ്പോൾ കിട്ടുക. എന്നിട്ട് നമ്മൾ താഴെ എഴുതി വയ്ക്കും AB നോട്ട് ഈക്വൽ ടു BA. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. Aയും Bയും തന്നിട്ട് ഷോ ദാറ്റ് AB ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് ചോദിക്കും. സോ അവിടെ LHS AB ഓൾ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ AB കണ്ടുപിടിക്കുക, അതിൻ്റെ ട്രാൻസ്പോസ് അതാണ് LHS. പിന്നെ B ട്രാൻസ്പോസ് കാണുക, A ട്രാൻസ്പോസ് കാണുക, അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും RHS. സോ LHSഉം RHSഉം കണ്ടിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യനുമായി. ഈ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്ത് വയ്ക്കുക. അടുത്തത് നമുക്ക് പറയാനുള്ള ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ്.
സോ ഡിറ്റർമിനൻസിൻ്റെ പ്രത്യേകത, മെട്രിക്സ് എന്ന് ടോട്ടൽ നമുക്കൊരു 18 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് എക്സാമിന് വരാറ്. അതിൽ 11 മാർക്കും കഴിഞ്ഞ 3 എക്സാമിനും 11 മാർക്കിന് നമുക്ക് എവിടെ നിന്ന് വന്നിട്ടുണ്ട്? ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് നിന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. സോ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇതാണ് ഡിറ്റർമിനൻ്റ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ. 7 മാർക്കിന് ചോദിക്കുക ക്രാമേഴ്സ് റൂൾ ആയിരിക്കും, 3 മാർക്കിന് ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ആൻഡ് 1 മാർക്കിന് ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ് കാണാനായിരിക്കും. സോ നമുക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 2/2 മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനാണ് 1 മാർക്കിന് ചോദിക്കുക. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരും. എങ്ങനെ ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ, A/D - C/B. ഇതാണ് ഡിറ്റർമിനൻ്റ് കാണാൻ. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരും. ഇതുപോലൊരു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് 4, 1, 2, 3. 2 വരെ വന്നാൽ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യും? 4 × 3 - 2 × 1. 4 × 3 - 2 × 1. 4 × 3 is 12 - 2 = 10. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി 3 മാർക്കിന് ചോദിക്കുക ഇങ്ങനെയായിരിക്കും. സോൾവ് എക്സ് എന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും 3 മാർക്കിന് ചോദിക്കുക. സോ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങളെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. 3 മാർക്കിന് ഇതുപോലെ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക. സോ അവിടെ ചോദിച്ചത് എന്താ? സോൾവ് എക്സ് ഇഫ് ഡിറ്റർമിനൻ്റ് x12 3x = 0. എങ്ങനെ ചെയ്യാം? ഈ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0ക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് =0 കൊടുത്താൽ മതി. ഇതിൻ്റെ വാല്യൂ എന്താ വരിക? x × x - 3 × 12. x × x എന്താ? x² - 3 × 12 is 36. അപ്പോൾ ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യാം. എന്താണ്? x × x - 3 × 12 = 0. ഓക്കെ, എങ്ങനെ ചെയ്യുക? x × x ഒക്കെ എന്തോ പോലെ ആയി. സോ ഓക്കെ, x × x എന്താ? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. x × x - 3 × 12 = 0. x × x is x² - 3 × 12 36 = 0. ഇനി എന്ത് ചെയ്താൽ മതി? ഈ -36 ഇക്വാലിറ്റിയുടെ പുറത്തോട്ട് പോകും. അപ്പോൾ +36. ബാക്കി ഇവിടെ x² മാത്രം. സോ x² = 36. സോ x = എന്ത് വരും? അടുത്തൊരു സ്റ്റെപ്പായിട്ട് x = എന്ത് വരും? √36. √36ൻ്റെ വാല്യൂ എന്താണ്? +or-6. ഇനി നിങ്ങൾക്ക് എക്സാമിന് +or- എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ +or- വേണ്ട, 6 എങ്കിലും എഴുതാം. x = 6. ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, എന്നാലും ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് എക്സ് ഇഫ് ഡിറ്റർമിനൻറ്റ് 3x7 23 = 4 2 2 2. ഓക്കെ, സോ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഈ ഡിറ്റർമിനൻറ്റിന് ഈക്വലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വാല്യൂ കാണാം. ഇതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക? 3x × എങ്ങനെ ചെയ്യും? 3x × 3 - 2 × 7 = ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെ കിട്ടും? 4 × 2 - 2 × 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ സ്റ്റെപ്പിലേക്ക് എത്തും. 3x × 3 is 9x - 2 × 7 14. 9x - 14 = 4 × 2 8 - 4. സോ 9x - 14 = 8 - 4. ഇനി 8 - 4 എന്ന് ചെയ്താൽ എന്ത് കിട്ടും? 4. -14 പുറത്തെ സൈഡിലേക്ക് ഉണ്ടോ? -14 ഇങ്ങോട്ട് പോകുമ്പോൾ +14. സോ ഈ സ്റ്റെപ്പ് നോക്കുക. 9x - 14 = 8 - 4. ദാറ്റ് മീൻസ് 9x - 14 = 4. -14 അങ്ങോട്ട് പോകുമ്പോൾ +14. 9x = 4 + 14. 9x = 18, x = 2. നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനാണ്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. നോക്കി വയ്ക്കുക കേട്ടോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ 3 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യുക. ഇനി 3/3 ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നമുക്കതും കൂടി നോക്കാം. ഇതിപ്പോൾ 2/2 മെട്രിക്സ് വന്നാലുള്ള ഡിറ്റർമിനൻ്റ് ആണ്. ഇനി 3/3 വന്നാൽ എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കാണുക? എന്താ 3/3 മെട്രിക്സ് വരികയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണും? ഇവിടെ 9 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ എലമെൻ്റ് എടുക്കുക. ഫസ്റ്റത്തെ എലമെൻ്റ് ആരാണ്? A1. സോ A1 എടുത്താൽ A1ൻ്റെ താഴെയുള്ള എലമെൻറ്റ്സിനെ കളയുക. ബാക്കിയുള്ള 4 എലമെൻറ്റ്സ് എടുക്കുക. ഏതൊക്കെയാണ്? B2. ഓക്കെ, ഇവിടെ
ഓക്കെ. സോ ഇതിൻ്റെ എല്ലാം കേട്ടോ നമ്മളിവിടെ ഡിറ്റർമിൻ്റ് കാണുന്നത്. സോ ഈ മെട്രിക്സ് ആണ്, രണ്ടും തമ്മിൽ മാറ്റമുണ്ട് PDF-ൽ. സോ അത് നോക്കുക. നമ്മൾ ഡിറ്റർമിൻ്റ് കാണുന്ന A1 A2 A3 B1 B2 B3 C1 C2 C3 ഇതിൻ്റെ ഡിറ്റർമിൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടും? ആദ്യം ഫസ്റ്റ് എലമെൻറ്റ് A1 ഇൻറ്റു A1 ഉള്ള റോയും കോളും കളയുക. ബാക്കി ഇവിടെ ഉള്ള 4 എലമെൻറ്റ് എടുക്കുക. ഇതൊക്കെയാണ് B2 B3 C2 C3 അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. പിന്നെ രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെടുക്കുക? മൈനസ് എടുക്കുക. മൈനസ് A2 എടുത്താൽ A2ൻ്റെ താഴത്തെ എലമെൻറ്റ്സുകളെ ബാക്കി ആരൊക്കെയുണ്ട്? B1 B3 C1 C3 ഡിറ്റർമിനൻറ്റ് B1 B3 C1 C3 പ്ലസ് A3 എടുക്കുക. A3 എടുത്താൽ അതിൻ്റെ താഴത്ത് കളയുക. ബാക്കി ആരാളുള്ളത്? B1 B2 C1 C2 ഇതിൻ്റെയൊക്കെ ഡിറ്റർമിൻ്റാണ് കാണുന്നത്. സോ ഈ ഡിറ്റർമിൻ്റ് ഓഫ് ഓർഡർ 3 നന്നായിട്ട് നോക്കി വയ്ക്കുക. നമുക്ക് ക്രാമേഴ്സ് റൂൾ ഉണ്ട്. ക്രാമേഴ്സ് റൂളിൽ ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. എന്നിട്ട് ഓരോന്നായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ. സോ അത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇതിൻ്റെ ഡിറ്റർമിനൻ്റാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ 3 എടുത്തു. 3 എടുത്തു കഴിഞ്ഞാൽ 3ൻ്റെ താഴത്തെ എലമെൻസിനെ കളയാം. ബാക്കിയുള്ളതിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? 7 × 2 അല്ലേ? ഇതിൻ്റെ ഡിറ്റർമിൻ്റ് പറഞ്ഞാൽ എങ്ങനെ കാണാം? 7 × 2 മൈനസ് 1 × 5. 7 × 2 ഈസ് 14 മൈനസ് 1 × 5 ഈസ് 5. ബ്രാക്കറ്റിൽ വരും 14 മൈനസ് 5. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തെടുക്കും? മൈനസ് എടുക്കും. സോ മൈനസ് ഇവിടെ 2 ആണ്. അപ്പോൾ -2 × 2ൻ്റെ താഴത്തെ എലമെൻസിനെ കളയും. ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ 4 × 2 8 മൈനസ് -3 × 5 -15. സോ -15 വരുന്നത് അങ്ങനെയാണ്. 4 × 2 8 -3 × 5 -15. ഇനി അടുത്ത എലമെൻറ്റിലോട്ട് പോവുക. അടുത്ത ആരാണ്? ഇവിടെ -1 ആണ്. -1 എടുത്താൽ +-1 വരും. +-1 ഈസ് -1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ നേരെ -1 എഴുതിയത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ +-1 തന്നെ എഴുതാം. -1 × -1ൻ്റെ താഴത്തെ എലമെൻസിനെ കളയാം. ബാക്കി ആരൊക്കെ ഉണ്ട് അവിടെ? 4 × 1 4 -3 × 5 -3 × 7 -3 × 7 ഈസ് -21. ഇനി സിംപ്ലിഫൈ ചെയ്യുക. 3 × 14 - 5 ഈസ് 9 -2 × 8 -15 ഈസ് 23 -2 × 23 -1 × 25. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 44 -44. ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. ഡിറ്റർമിനൻറ്റ് നന്നായിട്ട് ഒരു 4-5 ഡിറ്റർമിനൻറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് തന്നെ നോക്കുക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ അറിയാം, എന്നാൽ പോലും നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്ത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് കാൽക്കുലേഷൻ എറർ വരും. സോ കാൽക്കുലേഷൻ എറർ വരാതിരിക്കാൻ പ്രാക്ടീസ് നിർബന്ധമാണ്. സോ അത്രയും വട്ടം ചെയ്ത് വയ്ക്കാൻ പറ്റുമോ അത്രയും വട്ടം ചെയ്ത് പഠിക്കാം. കാരണം ക്രാമേഴ്സ് റൂളിൽ നമുക്കൊരു 4 ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് 7 മാർക്കാണ്. ഓക്കെ, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരെയും കാണിച്ചിരുന്നു. ഓക്കെ, ഇനി അതേപോലെ അവിടെ 3 മാർക്കിന് ഫൈൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഒരു വർഷമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ഈക്വൽ ടു ഈ ഒരു മെട്രിക്സിന് പകരം 0 ആയിട്ടാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. സോ നമുക്ക് അതിന് പകരം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതേപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആ ക്വസ്റ്റ്യനും ചെയ്ത് വയ്ക്കാം. സോ ഈ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ഈക്വൽ ആണ്. എക്സിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. സോ ഇതിൻ്റെ വാല്യൂ എങ്ങനെ കാണും? 2 × ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 × 1 1 -2 മൈനസ് രണ്ടാമത്തെ എലമെൻറ്റ് എക്സ് ആണ്. -x × എക്സ് ഉള്ള റോയും കോളും കഴിഞ്ഞാൽ 4 × 1 4 -0 × 2 0 പ്ലസ് മൂന്നാമത്തെ 3 × 3 ഉള്ള റോയും കോളും കഴിഞ്ഞാൽ അവിടെ 4 -0 ഈക്വൽ ടു ഇവിടെ എങ്ങനെ കിട്ടും? x × 3 3x -2 × 2 4 3x - 4. ഇനി ഈ ഒരു ബ്രാക്കറ്റിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറായി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് 2 × 1 - 2 ഈസ് -1 -x × 4 - 0 ഈസ് 4 പ്ലസ് 3 × 4 - 0 ഈസ് 4. So 3 × 4 is equal to 3x - 4. Simplify ചെയ്യുമ്പോൾ -2 × -1 is -2 -x × 4 is -4x 3 × 4 is 12 equal to 3x - 4. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. -4x നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, -4 ഇപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോകാം. -4 ഇങ്ങോട്ട് വരുമ്പോൾ +4 ആവും. സോ -2 + 4 + 12 equal to 3x -4x അങ്ങോട്ട് വരുമ്പോൾ +4x 3x + 4x.
ഇനി ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? -2 + 4 is 2. 2 + 12 is 14. 3x + 4x is 7x. So 14 is equal to 7x. x equal to into 7 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 7. x equal to 14/7 വരും. ദാറ്റ് ഈസ് 2. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, എന്നാലും നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഈ ഒരു ടൈപ്പ് വേറൊരു ക്വസ്റ്റ്യനും കൂടി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കി വെക്കുക കേട്ടോ.